എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമാണ് ഈ കഴിഞ്ഞത്. ഇത്തവണ ഞാൻ ഓണം ആഘോഷിച്ചത് കൊല്ലത്ത് ചേട്ടൻ്റെ വീട്ടിലാണ്. തിരുവോണത്തിൻ്റെ അന്ന് അത്തപ്പൂ ഇടുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. എൻ്റെ വീട്ടിൽ ചാച്ച പുറത്തായതുകൊണ്ട് മിക്ക ഓണത്തിനും ഞാനും അമ്മയും ഒറ്റയ്ക്കാണ് വീട്ടിലുണ്ടാവാറ്. അമ്മ സദ്യയുടെ കാര്യങ്ങൾ നോക്കും, ഞാൻ അത്തപ്പൂ ഇടും. ഇനി ഞാൻ എത്ര നേരത്തെ എണീച്ച് പൂവിടാൻ തുടങ്ങിയാലും ഇട്ട് തീരുമ്പം ഉച്ചയാവും. ഇത്തവണ എന്നെ ഇവിടുത്തെ അച്ഛൻ സഹായിച്ചു. മുട്ടുവേദന ഉണ്ടായിട്ട് കൂടി മുഴുവൻ പൂവും പിച്ചി തന്നത് അച്ഛനാണ്. ചേട്ടൻ കഴിഞ്ഞ 5 വർഷത്തിന് ശേഷമാണ് ഇക്കൊല്ലം ഓണ സമയത്ത് നാട്ടിലുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെയൊക്കെ കൂടെ ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യണമെന്ന് പുള്ളി പറഞ്ഞെങ്കിലും അത്തപ്പൂടുന്ന സമയത്ത് പോയി വിളിച്ചിട്ട് ആശാൻ എണ്ണീച്ചില്ല. അതുകൊണ്ടൊക്കെ തീരാറായപ്പോഴാണ് എണ്ണീറ്റ് വന്നത്. രാവിലെ തന്നെ അമ്മ വിളിച്ചു. ഒറ്റയ്ക്കായതുകൊണ്ട് അമ്മയ്ക്ക് എന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ദോശയും സാമ്പാറും അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞാനും അപ്പവും ചേട്ടനും കൂടെ തൊട്ടടുത്തുള്ള ആശ്രമ അമ്പലത്തിൽ തൊഴാനായിട്ട് പോയി. അമ്പലത്തിൽ വെച്ചിട്ട് ഞങ്ങൾ സിന്ധുമാമിയും കുഞ്ഞുവാവയും കണ്ടു. ഞാനവിടെ വന്നിട്ട് വളരെ കുറച്ച് കാലമേ ആയുള്ളെങ്കിലും മാമി എനിക്ക് നല്ല പരിചയമാണ്. മാമിയുടെ കടയിൽ നിന്ന് മാമി എനിക്ക് കുറേ തവണ മാങ്ങയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട്. അച്ഛനും അമ്മയും ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വരുന്നത് നോക്കി വെയിറ്റ് ചെയ്യായിരുന്നു. വന്നു, സദ്യയൊക്കെ വിളമ്പി. സാധാരണ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ പായസമെങ്കിലും വെക്കും. ഇത്തവണ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതെൻ്റെ അച്ഛൻ്റെ കുടുംബമാണ്. എൻ്റെ അച്ഛമ്മയ്ക്ക് എൻ്റെ അച്ഛനുൾപ്പെടെ 4 ആൺമക്കളാണുള്ളത്. അവർ 4 പേരും അവരുടെ ഭാര്യമാരും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഒരോണം ഒരുങ്ങിയില്ലെങ്കിൽ എൻ്റെ അച്ഛമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ്. ഞങ്ങൾ ആരും വരുമോ വരത്തില്ലയോ എന്നൊന്നും ചോദിക്കാണ്ട് ഞങ്ങൾ എല്ലാവർക്കും ഉള്ള ഫുഡ് എൻ്റെ അച്ഛമ്മ കരുതാറുണ്ട്. നല്ല അടിപൊളി സദ്യയാണ്. എൻ്റെ അച്ഛമ്മേനേലും നല്ലൊരു ഷെഫിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇവരെ 4 പേരെയും ഒരുമിച്ചിങ്ങനെ കിട്ടുക വല്ലപ്പോഴുമാണ്. അതുകൊണ്ട് ഈ ക്ലിപ്പ് ഇവിടെ കിടക്കട്ടെ. അങ്ങനെ ഫുഡിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ സിനിമ കാണാനായിട്ട് പോയി. ഞാനും ചേട്ടനും ലോഹ കണ്ടു, പിള്ളേരെല്ലാം കോഞ്ചറിങ്ങും. മൂവി കഴിഞ്ഞ് ഞങ്ങൾ നേരെ കരിയാട്ടം കാണാൻ പോയി. വിനീത് ശ്രീനിവാസനായിരുന്നു അന്നത്തെ അവിടുത്തെ ഗസ്റ്റ്. പുള്ളിയുടെ പുതിയ മൂവി കരത്തിൻ്റെ ട്രെയിലർ റിലീസും അവിടെ വെച്ച് തന്നെ നടന്നു. പുള്ളിയുടെ പാട്ട് ഞാൻ തൊട്ടടുത്ത് നിന്നാണ് കണ്ടത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. വളരെ അടിപൊളി ഒരു ദിവസമായിരുന്നു ഇന്ന്. ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.